ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നൊരു വെറൈറ്റി ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ സ്പെഷ്യലായിട്ട് നമ്മൾ ഡൈനാമിക് സോസ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. ഇഷ്ടം ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തും മറക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. എത്ര സ്നാക്സ് വേണം അതിനനുസരിച്ച് ഇവിടെ ബ്രെഡിൻ്റെ എണ്ണം കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ സൈഡ് വശമൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അത് ഞാനിവിടെ നേരത്തെ ഓൾറെഡി ഒന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ കോഴിമുട്ടയുടെ മിക്സിലേക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു രണ്ട് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം കോഴിമുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ബ്രെഡ് ക്രംസ് കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കോട്ടിംഗ് ആയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. രണ്ട് ബ്രെഡ് അടുപ്പിച്ച് വെച്ചിട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇത് പോക്കറ്റ് പോലെ റെഡിയാക്കി എടുക്കാനായിട്ട്, അതായത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുമ്പോഴൊക്കെ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. രണ്ട് ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ കോഴിമുട്ടയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ടിങ് കൊടുക്കുക കേട്ടോ. അങ്ങനെയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ ബോക്സ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരെ ഫ്രൈ ചെയ്തെടുക്കുക. ഓയിലിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതവിടെ ഓയിലൊക്കെ ഒന്ന് നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് ഒരു ബോക്സ് വീതം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് കരിച്ചെടുക്കരുത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കുക. രണ്ട് വശം ഒരു ഗോൾഡൻ കളറായി വന്നാൽ നമുക്കത് കോരി മാറ്റാം. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സ്നാക്സിനുള്ള ബോക്സ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നടുവിലൂടെ ഇതുപോലെ ഒന്ന് നല്ലൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടത് ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ചിക്കനാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കനോ അല്ലാന്നുണ്ടെങ്കിൽ ബീഫോ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചിക്കന് ബോൺലെസ് ചിക്കൻ എടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ലോണം കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം അതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ സോയാ സോസ്, പിന്നെ കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഞാനിതവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി എന്തായാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ചിക്കൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ ഒരു ഉപ്പും പുളിയൊക്കെ ആ ഒരു ചിക്കനിലോട്ട് നല്ലോണം പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. പിന്നെ അതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നതൊന്നും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇനി ഇതിലേക്കുള്ള ഡൈനാമിക് സോസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മയോണൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഏത് മയോണൈസാണോ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന മയോണൈസ് തന്നെ എടുക്കുക. എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിക്ക് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര, ഒരു 1/2 ടേബിൾ സ്പൂണോളം പഞ്ചസാര, അതുപോലെ തന്നെ ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് മെയിനായിട്ട് വേണ്ടത്. ഫ്രഷ് ക്രീമും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചില്ലി പൗഡറാണ്, കാശ്മീരി മുളക് പൊടി തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ പകരമായിട്ട് ചില്ലി ഫ്ലെക്സ് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നെടുക്കുക. അപ്പോൾ ഈ ഒരു മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഡൈനാമിക് സോസ്. ഈ ഒരു ഈ ഒരു സ്നാക്സിൻ്റെ മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡൈനാമിക് സോസ് വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൽ വേറൊരു ബൗളിലേക്ക് ഞാനിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ചിക്കന് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ചിക്കന് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാബേജ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒറിഗാനാണ്. ഈ ഒറിഗാനോ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചിലർക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നില്ല. അപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം.
ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ച ഒരു ഡൈനാമിക് സോസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോസ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഒരു ചിക്കനും ഒരു സോസും എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കുക. വീണ്ടും സോസ് ആവശ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്കുള്ള ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വീണ്ടും അതിലേക്ക് കുറച്ചും കൂടി സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ബോക്സിലേക്ക് നമുക്ക് ഈ ഒരു ഫില്ലിങ് നിറച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ പോക്കറ്റ് ഷവർമയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഇതിൽ സോസും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഫില്ലിങ്ങിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റം കൂടിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസിയായിട്ടുള്ള റെസിപ്പീസ് അല്ലെന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഉള്ള ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്